ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗൾഫിലോട്ടൊക്കെ ഞങ്ങളധികം കൊടുത്തയക്കാറുള്ള ഒരു വിഭവമാണ്, ഒരു പലഹാരമാണിത്. ചുക്കപ്പം എന്ന് പറയും. പലയിടത്തും ചുക്കപ്പം വെള്ളത്തിലൊക്കെയാണ് വാട്ടിയെടുക്കുന്നത്, പക്ഷെ നമ്മളിത് തേങ്ങാപ്പാലിലാണ് ചെയ്യുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരമാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് കേടുകൂടാണ്ട് സൂക്ഷിക്കുകയും ചെയ്യാം. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു ഗ്ലാസ് തേങ്ങാപ്പാൽ ഞാനൊരു പാത്രത്തിലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് സാധാ കട്ടിയുള്ള ഒരു ഗ്ലാസ് തേങ്ങാപ്പാലാണ് ആവശ്യം. ഈ ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിൽ നമ്മൾ നമ്മുടെ പത്തിരിപ്പൊടി ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇത് ചൂടായി വരുമ്പോൾ തന്നെ ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഉപ്പ് മതി കേട്ടോ, ഓവറായി കഴിഞ്ഞാൽ ടേസ്റ്റ് പോവും. ഇതിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, എടുത്തു വെച്ചിട്ടുള്ള വറുത്ത അരിപ്പൊടി ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം, പച്ചരിപ്പൊടി. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, പച്ചരിയുടെ പൊടി വറുത്ത പൊടി തന്നെ എടുക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് അരിപ്പൊടി, അങ്ങനെ തന്നെയാണ് അളവ്. ഒരു ഗ്ലാസ് തേങ്ങാപ്പാലിന് ഒരു ഗ്ലാസ് അരിപ്പൊടി. നമ്മൾ പത്തിരിക്കൊക്കെ എടുക്കില്ല, സെയിം അളവിന് കേട്ടോ. എന്നിട്ട് എന്ത് ചെയ്യാം, നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കണം. ആ ഒരു തേങ്ങാപ്പാലിൽ ഇത് നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നേരം അടച്ചു വെച്ച ശേഷം കുഴച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് എന്ത് ചെയ്യാം, നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും അതുപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ കരിഞ്ജീരകം നിർബന്ധമല്ല, ഓപ്ഷണലാണ്, ഇല്ലെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. ഇതിലോട്ട് തന്നെ 1 ടീസ്പൂൺ വരെ എള്ള്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. കറുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ആദ്യം. അപ്പോൾ ഉപ്പ് നമ്മൾ നേരത്തെ വെള്ളത്തിലോട്ട് ചേർത്ത് കഴിഞ്ഞെങ്കിൽ എല്ലായിടത്തും ഉപ്പ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്കിത് എന്ത് ചെയ്യാം, എല്ലാം കൂടി ഈ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകവും കരിഞ്ജീരകവും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ 1 ടീസ്പൂൺ വരെ എള്ളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ പൊടി നമ്മൾ പത്തിരിക്കൊക്കെ പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുഴയ്ക്കുന്ന പോലെ നന്നായിട്ട് കുഴച്ചെടുക്കണം. അഥവാ തേങ്ങാപ്പാൽ കുറവാ തോന്നിയിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്തിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ കുഞ്ഞ് ബോൾസ് ആക്കിയിട്ട് നമ്മളെ ഷോ ബട്ടണൊക്കെ ഉണ്ടാവില്ലേ, അത്ര വലുപ്പേ പാടുള്ളൂ കേട്ടോ. വളരെ ചെറിയ നുള്ള് മാവ് എടുത്തിട്ട് ഇതുപോലെ കയ്യിലിട്ടിട്ട് ഒന്ന് ഉരുട്ടിയ ശേഷം ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, വലിപ്പം കൂടരുത്, അതുപോലെ കനവും കൂടരുത്. ഇത്രയും നൈസായിട്ടായിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, വീതിയും ഇല്ല, അതുപോലെ തന്നെ കട്ടിയും ഇല്ല, അതുപോലെ തന്നെ ഒരുപാട് അങ്ങ് വലുപ്പമൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഷോ ബട്ടണൊക്കെ ഉണ്ടല്ലോ അതുപോലെ ആ ഒരു വലുപ്പം മാത്രമേ പാടുള്ളൂ. അപ്പോൾ ഇങ്ങനെ ആക്കിയ ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നായിട്ട് നല്ല തിളച്ച എണ്ണയിലോട്ടിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഷേപ്പിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഓവറായിട്ട് വലുപ്പമായി കഴിഞ്ഞാൽ ഇത് നമ്മൾ ചിലപ്പോൾ മൊരിഞ്ഞ് കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നന്നായിട്ട് ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇത് ചൂടാറിക്കഴിഞ്ഞാൽ ബലമില്ലാണ്ട് നമുക്ക് കറുമുറിന്ന് കഴിച്ച് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കുക. കണ്ടോ, ഇത് കുറച്ച് നേരം ഒന്ന് തിളച്ചപ്പോഴത്തേനും ഇതാ പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ നമുക്കിങ്ങനെ പൊന്തി വരണം. കണ്ടോ, കുഞ്ഞ് കുഞ്ഞ് ബോളുകൾ പോലെ പൊന്തി വന്നിട്ടുണ്ട്. ഇതുപോലെ പൊന്തി വരണം. എന്നിട്ടും ഒന്ന് കുറച്ച് സമയം കൂടി ആ ചൂടിൽ ഇങ്ങനെ കിടന്നിട്ട് മൊരിയണം. നന്നായിട്ട് ക്രിസ്പിയാണ്. ഒരു ബ്രൗൺ കളറായതിന് ശേഷം മാത്രമേ എണ്ണയിൽ നിന്ന് കോരി മാറ്റാൻ പാടുള്ളൂ. അപ്പോൾ അധികം വലിപ്പമില്ലാണ്ട് ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ നല്ലോണം മൊരിയിപ്പിച്ചിട്ടെടുക്കുക. നല്ലോണം മൊരിയിപ്പിച്ചെടുത്താൽ മാത്രമേ നല്ല ക്രിസ്പി ആയിട്ട് കറുമുറാന്ന് കിട്ടുള്ളൂ. അത് പ്രത്യേകം ഞാൻ എടുത്ത് പറയുകയാണ്. ഒപ്പം ചൂടാറിയ ശേഷം നമുക്കിത് എന്ത് ചെയ്യാം, എയർ ഒന്നും കിടക്കാത്ത ഒരു ബൗളിൽ ഇട്ടിട്ട് അടച്ച് വെക്കണം. അതും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാം. താങ്ക് യു.